നമസ്കാരം കൂട്ടുകാരെ. അങ്ങനെ രാമനും സീതയും അയോധ്യയിൽ തിരിച്ചെത്തി. എല്ലാവരും സന്തോഷത്തിലാണ്. രാമന്റെ രാജ്യഭരണത്തിൽ ജനങ്ങളെല്ലാവരും സന്തുഷ്ടരാണ്. എന്നാൽ ഇതൊന്നും കൈകേയിക്ക് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം മന്ധര എന്ന വൃദ്ധദാസി കൈകേയിയുടെ മനസ്സിൽ ഇതിനകം ദുഷ്ടചിന്തകൾ വളർത്തിയിരുന്നു. രാമന് പകരം സ്വന്തം മകൻ ഭരതനെ രാജാവാക്കണമെന്ന് മന്ധര രാജ്ഞിയോട് പറഞ്ഞിരുന്നു. കൈകേയി രാജ്ഞി രാജാവിനോട് ഒരു വാഗ്ദാനം ചോദിച്ചു. രാമൻ 14 വർഷം വനത്തിൽ പോയി താമസിക്കണമെന്നും തന്റെ മകൻ ഭരതനെ രാജാവാക്കണമെന്നും അവൾ രാജാവിനോട് പറഞ്ഞു. ദശരഥ രാജാവ് വളരെ സങ്കടത്തിലായി. പക്ഷേ അദ്ദേഹത്തിന് തന്റെ വാക്ക് പാലിക്കേണ്ടി വന്നു. ഇത് കേട്ടപ്പോൾ രാമൻ ഒട്ടും ദേഷ്യം വന്നില്ല. പിതാവിനെ അത്രയധികം സ്നേഹിക്കുന്ന രാമൻ പറഞ്ഞു, അച്ഛാ, വിഷമിക്കണ്ട, ഞാൻ സന്തോഷത്തോടെ വനത്തിലേക്ക് പോകാം. പക്ഷേ രാമൻ ഒറ്റയ്ക്കല്ല പോയത്. രാജകുമാരി സീതയും സഹോദരൻ ലക്ഷ്മണനും പറഞ്ഞു, രാമ, ഞങ്ങൾ നിന്റെ കൂടെ വരും. നമ്മൾ ഒരു കുടുംബമാണ്. നമ്മൾ എപ്പോഴും ഒന്നിച്ചു നിൽക്കും. കൊട്ടാരം മുഴുവൻ ദുഃഖിക്കുമ്പോഴും കൈകേയിയും മന്ധരയും സന്തോഷിക്കുകയായിരുന്നു. അങ്ങനെ അവർ സ്വർണ്ണ കൊട്ടാരം വിട്ട് അവരുടെ നീണ്ട യാത്ര ആരംഭിച്ചു. താമസിയാതെ അവർ പച്ചപ്പുള്ള വനത്തിലെത്തി. അത് കൊട്ടാരത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു, പക്ഷേ മനോഹരമായിരുന്നു. മിന്നിത്തിളങ്ങുന്ന ഒരു നദിക്ക് സമീപം അവർ ഇലകളും മരങ്ങളും കൊണ്ട് ഒരു ചെറിയ വീട് നിർമ്മിച്ചു. വനത്തിലെ ജീവിതം സമാധാനപരമായിരുന്നു. അവർ ഒരുപാട് മൃഗങ്ങളെ കൂട്ടുകാരാക്കി ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു. പക്ഷേ മരങ്ങൾക്കിടയിലൂടെ ആരോ അവരെ നോക്കുന്നുണ്ട്. അതാരായിരിക്കും? പാർട്ട് 4 കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.